വില്ലൻ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ കാരവാനിൽ മഞ്ജു ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ മഞ്ജു പുറത്തൊന്നും കാണുന്നില്ല. അപ്പം ലാലേട്ടനൊക്കെ വന്നു. ലാലേട്ടൻ്റെ കാരവാനിലേക്കും പോയി. പക്ഷേ പുറത്ത് ഇറങ്ങിയപ്പോഴും മഞ്ജു വാര്യർ ഒരു കസേരയുടെ ഇട്ട് ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ട്. വളരെയധികം ദുഃഖിതയാണ്. അപ്പോൾ ലാലേട്ടന് തോന്നി, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപുമായിട്ട് വേർപിരിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. അതുമാത്രവുമല്ല, ഒരുപാട് ദുഃഖമുള്ള സ്ത്രീയല്ലേ, അതുകൊണ്ട് തന്നെ തനിയെ ഇരിക്കട്ടെ കുറച്ച് എന്നൊക്കെ വിചാരിച്ചു. കാരണം വളരെയധികം സാഡായിട്ടാണ് മഞ്ജു വാര്യർ ഇരിക്കുന്നത്. വളരെ വിഷമത്തോടു കൂടി കണ്ണിൽ നിന്നും കണ്ണുനീരിങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ലാലേട്ടൻ ഇതിൽ പോയിട്ട് ഇനി സമാധാനിപ്പിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പോകട്ടെ എന്നൊക്കെ കരുതിയിട്ട് അവിടെ ഇരുന്നു. പക്ഷേ മഞ്ജുവിൻ്റെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. അതായത് മഞ്ജു അനുഭവിക്കുന്നത് മറ്റൊരു സംഭവമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മഞ്ജു വിവാഹമോചനം നേടിയതിന് ശേഷം സിനിമയിൽ അഭിനയിക്കണം, ഒരുപാട് സിനിമകൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ പല തടസ്സങ്ങളും നേരിടുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അതായത് പല സംവിധായകരും മഞ്ജുവിനോട് കഥ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നു, മേഡം ഇതിപ്പോൾ ചെയ്യുന്നില്ല, ഇത് പിന്നെയേ ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ ദിലീപിൻ്റെ ഒരു കൈയുണ്ടായിരുന്നു. അതായത് ദിലീപ് പരമാവധി മഞ്ജുവിന് വല്ല അമ്മ വേഷമോ ഇല്ലെങ്കിൽ വല്ല ചേച്ചി വേഷമോ കിട്ടും എന്നാണ് ദിലീപ് കരുതിയത്. പക്ഷേ ഇത്രത്തോളം മഞ്ജുവിനെ സ്വീകരിക്കുമെന്ന് ആരും കരുതിയിട്ടില്ല. അതായത് മഞ്ജുവിൻ്റെ 2-3 സിനിമ അടുപ്പിച്ചങ്ങ് ഹിറ്റായിരിക്കുകയാണ്. അതുപോലെ ദിലീപ് അഭിനയിക്കേണ്ട, നിങ്ങൾ കൂടെ അഭിനയിക്കരുത് എന്ന് പലരോടും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ലാലേട്ടനെ പോലെയുള്ളൊരു മനുഷ്യനോട് പറയാനോ മമ്മൂക്കയെ പോലെയുള്ളൊരു മനുഷ്യനോട് പറയാനുള്ള ധൈര്യം ദിലീപിനില്ല. അതായത് ലാലേട്ടനോട് ഞാൻ നാളെ നിങ്ങൾ മഞ്ജുവിൻ്റെ കൂടെ അഭിനയിക്കരുത് എന്ന് പറയാൻ ഒരിക്കലും ദിലീപ് നിൽക്കൂല. പക്ഷെ കുഞ്ചാക്കോവനോടൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് കുഞ്ചാക്കോവൻ പിന്നീട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ദിലീപ് ഒരുപാട് പാരകൾ വെക്കുന്നു. കാരണം ഒരുപാട് സിനിമകൾ അങ്ങനെ നഷ്ടപ്പെടുന്നു. ഏതായാലും അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ദുരിതം തന്നെയായിരുന്നു മഞ്ജുവിൻ്റെ ജീവിതം. അങ്ങനെ മഞ്ജു അവിടെ നിന്ന് കരഞ്ഞ് ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ധാരയെ ഒഴുകുന്നുണ്ട്. അപ്പോഴാണ് സഹസംവിധായകൻ വന്ന് മഞ്ജു ഷോട്ട് റെഡിയാണെന്ന് പറയുന്നു. അങ്ങനെ മഞ്ജു അവിടെ നിന്ന് കണ്ണീരൊക്കെ തുടച്ച് പോകുന്നത് ലാലേട്ടൻ കാണുന്നുണ്ട്. ലാലേട്ടൻ അവിടെ ഇരുന്ന് നല്ല വീക്ഷിക്കുന്നുണ്ട്. കാരണം ലാലേട്ടനൊരു സ്വഭാവമുണ്ട്. ഈ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെയുള്ള എല്ലാവരെയും ഒരു നോട്ടം നോക്കും. ആ നോട്ടത്തിൽ ലാലേട്ടന് മനസ്സിലാകും, ഒരു ലൈറ്റ് ബോയിനെ വരെ വെറുതെ വിടത്തില്ല ലാലേട്ടൻ, അവനെ വരെ നോക്കും. കാരണം ആർക്കെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ലാലേട്ടന് സമയം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ അടുത്ത് പോയിട്ട് എന്നവനെ എന്തൊക്കെയുണ്ട്, സുഖല്ലേ, വീട്ടിലൊക്കെ എന്തൊക്കെയുണ്ട്, അച്ഛനും അമ്മക്കെല്ലാം സുഖല്ലേ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കും. എന്നിട്ട് അവരെ കൂളാക്കും. എന്നിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിഞ്ഞിട്ട് അതിനുള്ളൊരു പരിഹാരം കാണും എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ലാലേട്ടൻ. ആ ഒരു നോട്ടത്തിലാണ് മഞ്ജു വാര്യരെ ശ്രദ്ധയിൽപ്പെട്ടതും മഞ്ജു വാര്യർ ഇങ്ങനെ സാഡായിട്ടിരിക്കുന്നതും ഒക്കെ കണ്ട് അങ്ങനെ രണ്ടുപേരും അഭിനയിക്കാൻ പോയി. അഭിനയിക്കുമ്പോഴും മഞ്ജുവിനൊന്നുമില്ല, മഞ്ജു നല്ല സ്ട്രോങ് ആയിട്ട് അഭിനയിക്കുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് വീണ്ടും സാഡായി. അങ്ങനെ ലാലേട്ടനടുത്ത് പോയി ചോദിച്ചു, മഞ്ജു, കുറേ നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താണ് താങ്കൾക്ക് പറ്റിയത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മഞ്ജു നോക്കിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരയാതെ കണ്ണിൽ നിന്നും ധാരയായി കണ്ണീരൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, പോട്ടെ മോളെ, അത് പോട്ടെ, എന്താണ് ഇങ്ങനെ കരയാനൊക്കെ ഇരിക്കുന്നത്, ഇതെല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നതല്ലേ, സംഭവിച്ചതെല്ലാം നല്ലതിനായിരിക്കും, ഇനിയിപ്പോൾ മോളുടേതായ ഒരു ജീവിതം ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുമ്പോഴാണ് മഞ്ജു പറഞ്ഞത്, ലാലേട്ട, എനിക്കെൻ്റെ മകളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല, അവളോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ അന്ന് ആ ഒരു സാഹചര്യത്തിൽ ദിലീപിൻ്റെ വീട്ടിൽ ദിലീപിൻ്റെ ഫോണിലേക്ക് വിളിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. അപ്പോൾ ദിലീപാണെങ്കിൽ ഈ ലക്ഷ്മിക്ക്, അതായത് മകൾക്കാണെങ്കിൽ വേറെയൊരു ഫോണ് കണക്ഷനും കൊടുത്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? മഞ്ജുവിനോടുള്ള ദേഷ്യം കൊണ്ടാണ്. മഞ്ജു വാര്യർ ഏതായാലും വിട്ടുപോയി. ഇനി മകളെ വിളിച്ചിട്ട് അങ്ങനെ ഇതാകണ്ട. കാരണം അങ്ങനെ മകളെ വിളിച്ചിട്ടിങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചറിയണ്ട എന്നുള്ളത്. മകളെന്ന് ചെറുതാണ്, ഇന്നത്തെ മകളല്ല, ഇന്ന് ഡോക്ടറാണ്. മകളെന്ന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലാതെ ഇന്നത്തെ പോലെ ഡോക്ടറല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഏതായാലും ദിലീപിൻ്റെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യമില്ല. ദിലീപിന് അതിനൊട്ട് കാര്യങ്ങളൊന്നും ഒരുക്കി കൊടുക്കത്തുമില്ല. ഏതായാലും അപ്പോൾ തന്നെ ലാലേട്ടൻ ദിലീപിനെ വിളിക്കുകയാണ്. ദിലീപ്, ലാലേട്ട വർത്തമാനം പറയുന്നു, നിങ്ങൾ ഈ കാണിക്കുന്നത് മോശമാണ്. കാരണം നിങ്ങളെപ്പോലെ അധികാരം നിങ്ങളുടെ മകളിൽ മഞ്ജു വാര്യർക്കുമുണ്ട്, അല്ലാതെ നിങ്ങൾക്ക് മാത്രമല്ല അധികാരം. അതുകൊണ്ട് തന്നെ നാളെ മുതൽ മകളെ ബന്ധപ്പെടാനുള്ള ഒരു ഫോൺ നമ്പർ
തീർച്ചയായിട്ടും നിങ്ങൾ പിന്നെ മകളുടെ കയ്യിൽ കൊടുക്കണം. കാരണം അമ്മ എന്ന നിലയിൽ ആ കുട്ടിയെ എപ്പോഴും വിളിക്കേണ്ട അധികാരവും അവകാശവും മഞ്ജു വാര്യർക്കുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ ലാലേട്ടൻ്റെ ആ വാക്കുകൊണ്ട് മാത്രം അങ്ങനെ ലാലേട്ടൻ്റെ വാക്ക് പിന്നെ ധിക്കരിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ സ്റ്റാറാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിനെ ധിക്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഒരു ഇത് തന്നെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു മോശമായ ഒരു ഇതാണ്. അങ്ങനെ ഏതായാലും അപ്പോൾ തന്നെ ദിലീപ് ആ ഒരു തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ മകൾക്കൊരു സിമ്മ് മേടിച്ചു കൊടുക്കുന്നു, അമ്മയെ വിളിക്കാൻ പറയുന്നു. അങ്ങനെ അമ്മയെ വിളിക്കുകയാണ്. അങ്ങനെ അന്നു മുതൽ പിന്നെ മകളെ വിളിക്കാനും അതുപോലെ തൻ്റെ സന്തോഷങ്ങൾ പങ്കിടാനുമുള്ള ഒരു ഇത് മഞ്ജു വാര്യർക്ക് കിട്ടി എന്നുള്ളതാണ്. കാരണം ഒരു മകളെ പിരിഞ്ഞ് പെട്ടെന്ന് വീട്ടിൽ വന്നപ്പോൾ അവളെ ബന്ധപ്പെടേണ്ട എല്ലാ നമ്പറുകളും ബ്ലോക്കാക്കുന്നത് അതെല്ലാ ഭർത്താക്കന്മാരും ചെയ്യുന്നതാണ്. ദിലീപ് മാത്രം ചെയ്യുന്നതല്ല. ഇപ്പം ഭാര്യ പിന്നെ ഡിവോഴ്സായിട്ട് പോയി, മക്കൾ പറയുന്നത് ഞാൻ അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്. 2 മക്കളുണ്ട്, 2 പേരും പറഞ്ഞ് ഞാൻ അച്ഛൻ്റെ കൂടെയാണ് നിൽക്കുന്നതെന്ന്. അച്ഛൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഇവർക്ക് ഫോൺ ചെയ്യണമെങ്കിൽ അച്ഛൻ്റെ ഫോണെന്ന് വേണം അമ്മയെ ഫോൺ ചെയ്യാൻ. അതിന് അച്ഛൻ സമ്മതിക്കത്തുമില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഈ മക്കളും അമ്മയും തമ്മിലുള്ള കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ ഈ അമ്മക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ഇവിടെ വീട്ടിൽ ഭയങ്കര സങ്കടത്തോടു കൂടിയായിരിക്കും. അങ്ങനെ ആ ഒരു സങ്കടം എല്ലാ വീട്ടിലും ഉള്ളതാണ്. ചില അച്ഛന്മാർ അങ്ങനെയാണല്ലോ. ദിലീപ് അതുപോലെ തന്നെ ചെയ്തു. ഏതായാലും പിന്നീട് പിന്നെ മീനാക്ഷിയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം മഞ്ജു വാര്യർക്ക് കിട്ടുകയാണ്. എന്നും രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും ഒക്കെ എപ്പോഴും സമയം കിട്ടുന്ന മകൾക്ക് എപ്പോഴും ലീവ്, ആ സമയത്തൊക്കെ മഞ്ജു വാര്യരെ വിളിക്കൽ തുടങ്ങി, വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കൽ തുടങ്ങി. അങ്ങനെ അമ്മയും മകളും തമ്മിലുള്ള ആ ഒരു ഇത്, കാരണം മഞ്ജു കണ്ണിലെ കൃഷ്ണമണി പോലെ മഞ്ജുവിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ഉപേക്ഷിച്ചിട്ട് 8ാം ക്ലാസ് വരെ, ഒരു 13 വയസ്സ് വരെ മഞ്ജു നല്ല രീതിയിൽ വളർത്തിയ കുട്ടിയാണ്. ആലോചിച്ച് നോക്കണം. മഞ്ജുവിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടെറിഞ്ഞ് പോകാതെ, അതിനൊന്നും പോകാതെ മകളുടെ അടുത്തിരുന്ന് അവളെ ഊട്ടി അവളെ ഉറക്കി അങ്ങനെ പഠിപ്പിച്ചൊരു കുട്ടിയാണ്. അപ്പോൾ ഏതായാലും അത് പറക്കാൻ മുറ്റാനായപ്പോഴാണ് മഞ്ജു അവിടുന്ന് വിട്ടു വന്നത്. ഇന്ന് പിന്നെ ആ ഒരു പെൺകുട്ടി ഡോക്ടറാണ്. ഇന്ന് നല്ല മുതിർന്ന പെൺകുട്ടിയായി കഴിഞ്ഞു. ഏതായാലും ഇനി അതിൻ്റെ കല്യാണവും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും അന്നുള്ള സാഹചര്യമല്ല ഇപ്പോഴും ദിലീപുമായിട്ടുള്ളത്. ഇപ്പോഴൊക്കെ ഒരുപാട് അയഞ്ഞു എന്നുള്ളതാണ്. കാരണം മകൾക്ക് വേണ്ടിയിട്ട് 2 പേരുടെയും സാന്നിധ്യം ഏത് നിമിഷവും ഉണ്ടാകും. അതിനൊന്നും മഞ്ജു വാര്യർ യാതൊരു പിശുക്കോ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രശ്നങ്ങളോ ഒന്നും കാണിക്കാറില്ല. അതായത് മഞ്ജു വാര്യർ ഇനിയിപ്പോൾ ഞാനിവിടുന്ന് വിട്ടുപോയി, എൻ്റെ കുടുംബം പോയി, എനിക്ക് ദിലീപേട്ടനെ നഷ്ടപ്പെട്ടു, അങ്ങനെ ഒരു വിചാരമേ ഇല്ല. മകളുടെ എല്ലാ കാര്യത്തിലും മഞ്ജു വാര്യർ മുന്നിട്ടുണ്ടാകും എന്നുള്ളതിൻ്റെ തെളിവുകളാണ് കുറച്ച് നാളായിട്ട് നമ്മളുടെയൊക്കെ മുന്നിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. അതാണ് ഒരമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഏതായാലും അന്ന് ലാലേട്ടൻ ചെയ്ത ആ ഒരു നല്ല കാര്യം ഇന്നും മഞ്ജു വാര്യർ വളരെയധികം സ്നേഹത്തോടു കൂടി ഓർക്കുന്നു എന്നുള്ളതാണ്. ലാലേട്ടനും അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം അങ്ങനെയൊരു സന്ദർഭത്തിൽ ഇടപെടാൻ വേണ്ടി ലാലേട്ടനെ പോലെയുള്ള ഒരാളുള്ളത് കൊണ്ട് മാത്രമാണെന്ന് മകളുമായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു ചാരുദാർഥ്യം മഞ്ജു വാര്യർ എന്ന് പറയുന്ന നടിക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.